മണ്ണാർക്കാട് നിന്ന് പാലക്കാട്ടേക്ക് സിമന്റ് കയറ്റി വന്ന ലോറിയാണ് ഈ സങ്കടം നമുക്ക് നൽകിയത്. ഇപ്പോൾ ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഒപ്പം ഇംതിയാസ് ഉള്ളത് നിദ ഫാത്തിമയുടെ വീട്ടിലാണ്. ഈ നിദയുടെ സുഹൃത്തുക്കൾ അവരൊക്കെയും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ടോ? കാരണം അടുത്ത വീടുകളാണ്, ഓരോരുത്തരും ഓരോ വീട്ടിലായി കയറി പോകുന്നുണ്ടാവണം. തീർച്ചയായിട്ടും സുഹൃത്തുക്കൾ മാത്രമല്ല, ഈ നാട്ടിലെ ഓരോരുത്തരും, ഈ ചെറുള്ളി പ്രദേശത്തെ, കരിമ്പന പ്രദേശത്തെ ഓരോരുത്തരും ഇങ്ങോട്ടേക്കായി നിദ ഫാത്തിമയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ ഇങ്ങോളം ഈ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത്. ഈ പ്രാർത്ഥനകൾ ഓരോരുത്തരായി പുതിയ പുതിയ ആളുകൾ ഇങ്ങോട്ടേക്ക് നിദ ഫാത്തിമയെ കാണാൻ വേണ്ടി വരുമ്പോൾ അവർ പ്രാർത്ഥനകൾ കൊണ്ട് ഇവിടെ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി ഇതൊക്കെ വിശ്വാസപ്രകാരം അവർക്ക് നൽകാനുള്ളത് പ്രാർത്ഥനയാണ്. എല്ലാം എളുപ്പമാക്കി കൊടുക്കണേ, നിദയുടെ ഉമ്മ നബീസയ്ക്കും അതുപോലെ തന്നെ ഉപ്പ സലീമിനും ഇതെല്ലാം താങ്ങാനുള്ള, ക്ഷമിക്കാനുള്ള കരുത്ത് നൽകണേ എന്നൊക്കെയാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാനും ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ്, നിദ ഫാത്തിമയുടെ ചേതനയേറ്റ ശരീരം ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ ആ ഉപ്പ സലീം വലിയ രീതിയിൽ കരയുന്നുണ്ടായിരുന്നു. ഉമ്മ കരയുന്നത് നമുക്ക് ഈ വീടിൻ്റെ അകത്ത് നിന്ന് കേൾക്കാമായിരുന്നു. നിദ ഫാത്തിമയ്ക്കുള്ളത് ഒരു ജ്യേഷ്ഠനാണ്. അതുപോലെ ആ ജ്യേഷ്ഠൻ പഠിക്കുകയാണ്. പിന്നെ നിദ ഫാത്തിമയുടെ ഉപ്പ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. വിദേശത്തെ ജോലി തിരക്കിനിടയിൽ നബീസുമയെ കാണാൻ, അതുപോലെ തന്നെ നിദ ഫാത്തിമയെ കാണാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം കുറച്ച് സമയം ചെലവിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. കഴിഞ്ഞ ദിവസം തിരിച്ച് ജോലിക്ക് തന്നെ പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടിക്കറ്റ് ശരിയാക്കാനൊക്കെ വേണ്ടി ജ്യേഷ്ഠനുമായി സംസാരിച്ചിരുന്നു. ആ കാര്യങ്ങളെല്ലാം നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ഓട്ടത്തിൽ മാതാപിതാക്കൾ, ഒപ്പം പഠിച്ചു വളരാനുള്ള ആ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന കുഞ്ഞുങ്ങൾ, എത്ര പെട്ടെന്നാണ് അതൊക്കെയും ചിതറിത്തെറിച്ചു പോയത്. ഇംതിയാസ്.